വരുന്ന 26-ാം തീയതി തിരുവോണമാണ്. ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണം വൈബിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. അതിനായി ന്യൂസ് 18ന്റെ ഓണസമ്മാനം ഇതാ നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ്. ന്യൂസ് 18 ഓണം ഇങ്ങെത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് ന്യൂസ് 18ന്റെ ഈ ഒരു ഓണപ്പാട്ടിലേക്കൊന്ന് പോയി തിരികെ വരാം. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാടാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഇനി ഈ പാട്ടായിരിക്കും നമ്മുടെ ഓണത്തിന്റെ ഈണവും താളവും എല്ലാം. ഇപ്പോൾ ന്യൂസ് 18 ഓണമിങ് എത്തിയിരിക്കുകയാണ്. പാട്ടിന് ഈണമിട്ട ശ്രീനേഷ് എൽ പ്രഭു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ആദ്യമായി തന്നെ ഓണത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. മനോഹരമായ ഒരു ഓണക്കാലത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഓണത്തിന്റെ ഫീലും ഇന്നത്തെ ജനറേഷന്റെ ഒരു മ്യൂസിക്കൽ ടേസ്റ്റ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ ബാലൻസ് ചെയ്ത് ഈ ഒരു പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നു സാർ? ഇത് എനിക്ക് ലീൻ സാർ അയച്ചുന്ന ലിറിക്സ് വളരെ ഗൃഹാതുരത്വം ഉള്ള രീതിയിലുള്ള അതേസമയം നല്ല കാവ്യാത്മകമായുള്ള ലിറിക്സ് ആയിരുന്നു. അപ്പം അത് ട്രഡീഷണൽ ആയിട്ടുള്ളതിന് ഏറ്റവും ആപ്റ്റാണ്. അപ്പം അതേസമയം പുതിയ ജനറേഷൻ്റെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് ആ ഗ്രൂവ് ബീറ്റ്സ് ഒക്കെ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവുള്ളൂ. അതുകൊണ്ട് ആ പുതിയ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എങ്ങനെ വന്നാലും ഓണത്തിനൊരു കോമൺ ഫോർമാറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പാറ്റേൺ വിട്ടു പോവുകയും ചെയ്യരുത്. അതേസമയം അതിലെന്തെങ്കിലും പുതുമ കൊണ്ടുവരണമെന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഗ്രൂവ് യൂസ് ചെയ്തത്. അത് ന്യൂ ജനറേഷൻ ഏറ്റവും ഫോളോ ചെയ്യുന്ന ഗ്രൂവ് തന്നെ യൂസ് ചെയ്ത് ചെയ്യുന്നത് ബീറ്റ്സ് ആയിട്ട്. സാർ അതേപോലെ ഈ പാട്ട് എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നി. ഒരു സാധാരണയുള്ള ഒരു ഓണം വൈബൊക്കെ വിട്ട് കുറച്ച് ഡിഫറൻറ്റ് സംഭവം. ഈ ഒരു പക്ഷേ ഈ പാട്ടിൽ ഏറ്റവും ഒരു സ്പെഷ്യൽ എലമെന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തായിരിക്കും? അത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ലിറിക്സ് തന്നെയാണ് എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അത് കിട്ടിയ ഉടനെ തന്നെ എനിക്ക് എന്തോ വലിയ നമ്മുടെ നേരത്തെ പോയറ്റ്സൊക്കെ എഴുതി തരുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ലീൻ സാർ അയച്ചു തന്നത്. അഭിലാഷ് വഴിയാണ് വന്നത്. അപ്പോഴത്തേക്കും അത് കിട്ടിയപ്പോൾ തന്നെ മനസ്സിൽ സ്പാർക്ക് ചെയ്തു ഇങ്ങനൊരു ഇത് ചെയ്യാൻ. കാരണം അത് തന്നെ ഏറ്റവും വലിയ പ്രചോദനം. അധികം ടൈമൊന്നും അതുകൊണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. അത് ആ ലിറിക്കൽ ക്വാളിറ്റി തന്നെയാണ് ഫസ്റ്റ്. പിന്നെ എങ്ങനെ വന്നാലും വിഷ്വൽ അഭിലാഷ് നേരത്തെ ചെയ്ത കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വിഷ്വലിൽ വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ വിഷ്വൽ ഏതായാലും ഗംഭീരമായ ഒരു വിഷ്വലാണ്. തീർച്ചയായും നല്ല വിഷ്വൽസും നല്ല ഈണവും നല്ല ലിറിക്സും എല്ലാം കൂടി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി ഔട്ട്പുട്ടാണ് ഈ ഒരു ഓണത്തിന് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ചേട്ടനെ കുറിച്ചൊന്ന് പറയാമോ? നാട് എവിടെയാണ്? അതുപോലെ സംഗീത രംഗത്തെ മുൻ വർക്കുകൾ ഇതൊക്കെ അറിയാൻ ഞങ്ങൾക്ക് പ്രേക്ഷകർക്കും എല്ലാവർക്കും താല്പര്യമുണ്ട്. ഞാൻ ബേസിക്കലി ആലപ്പുഴയിൽ നിന്നാണ്. ജനിച്ചൊക്കെ ചങ്ങനാശ്ശേരി ആണെങ്കിലും പിന്നീട് ആലപ്പുഴയിലോട്ടായി. അച്ഛനമ്മ, ഞാൻ, അനിയന്, പിന്നെ ഞങ്ങളുടെ വൈഫ്, പിള്ളേരെല്ലാവരുമായിട്ട് ആലപ്പുഴയാണ്. പിന്നെ മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് പഠിച്ചത് ഫസ്റ്റ് അമ്മയിൽ നിന്നായിരുന്നു മ്യൂസിക്. അമ്മ കർണാട്ടിക് മ്യൂസിക് അത്യാവശ്യം പഠിച്ച ആൾ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ്. പിന്നെ അച്ഛനും പാടും. പിന്നെ തോമസ് ഡി തൈക്കാടശ്ശേരിയിൽ ചങ്ങനാശ്ശേരി, അദ്ദേഹമാണ് എൻ്റെ മ്യൂസിക്കൽ ഗുരു എന്നത്. പിന്നെ ഇപ്പോൾ തിരുവമ്പാടി ശ്രീകുമാർ, അദ്ദേഹം. പിന്നെ ഫസ്റ്റ് ചെയ്തത് കേരളത്തിനെ പറ്റി തന്നെയുള്ളൊരു സോങ് ആയിരുന്നു, വിസ്മയ കേരളം എന്ന് വെച്ചാൽ 2018. കോയിൻസിഡൻ്റലി അത് ന്യൂസ് 18 ആണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് അതിനെപ്പറ്റിയുള്ളൊരു കാര്യം. അത് ഒരു മീൻസ് എന്നെ ഫസ്റ്റ് അങ്ങനെ ഒരു മീഡിയ വന്നത് ന്യൂസ് 18 തന്നെയാണ്. പിന്നെ അതിനുശേഷം കുറേ എല്ലാം സോഷ്യൽ സബ്ജക്ട്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്.
നിർഭയ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു. പിന്നെ വനസംരക്ഷണത്തിന് വേണ്ടി ഹതകുഞ്ചര എന്നൊരു സാൻസ്ക്രിറ്റ് സംഭവം ചെയ്തു. അത് WWF ഇന്ത്യ അടുത്ത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ വേൾഡ് പീസിന്റെ ഒരു സംഭവം ഞാൻ ചെയ്തായിരുന്നു, വൈറ്റ് ഡോ ആൻഡ് ബ്ലാക്ക് ബെറീസ്. അത് റസൂൽ പുക്കുട്ടി സാറാണ് അതിന്റെ പോസ്റ്റർ റിലീസ് ഒക്കെ ചെയ്തത്. ഔസേപ്പ് ബച്ചൻ സാർ അതിന്റെ സോങ് റിലീസ് ചെയ്തിരുന്നു. പിന്നെ ജെൻഡർ ഇക്വാലിറ്റിയുടെ ഒരെണ്ണം ചെയ്തിരുന്നു ഞാൻ, സർവസ്ത്രീ സ്വാതന്ത്ര്യ അർഹത എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നസ്ത്രീ റീറൈറ്റ് അവർ തിരുത്തു വരുത്തിയിട്ട്. അപ്പം അങ്ങനെ എല്ലാം ടീമും അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തത് നമ്മുടെ ഇലക്ഷൻ, തമിഴ്നാട് ഇലക്ഷൻ്റെ സമയത്ത് വിജയ് സാർ ജയിക്കുമല്ലോ നമുക്കറിയില്ല, എങ്കിലും ജയിച്ചെങ്കിൽ എന്ന് വിചാരിച്ച് ചെയ്തൊരു സാധനം ഞാൻ സ്റ്റാറ്റസ് ഇട്ട് ഡിലീറ്റ് ചെയ്തു. അത് യാദൃശ്യമായിട്ട് കൂട്ടുകാരൻ കണ്ടു. അങ്ങനെ അഭിലാഷാണ് ഫസ്റ്റ് അത് ന്യൂസ് 8-ൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടായിരുന്നല്ലോ വിജയ് സാറിൻ്റെ. അപ്പോൾ ആ സമയത്ത് അത് ബാക്ക്ഗ്രൗണ്ടിൽ മുഴങ്ങിയത് ഞാൻ ചെയ്തതായിരുന്നു. അതിനുശേഷം അത് ബർത്ത്ഡേ സമയത്തും അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീസെന്റ് ചെയ്തത് തലപതി റാപ്പാണ്. തളപതി റാപ്പ് ആക്ച്വലി ഞാൻ കേട്ടിരുന്നു. സത്യം പറഞ്ഞു, ഓരോ പാട്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് മുന്നേ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ഞാനും കുറച്ചൊക്കെ മ്യൂസിക്കൽ മേഖലയിൽ നിന്നിട്ടുള്ള ഒരാളാണ്. നമ്മൾ ലിറിക്സ് എഴുതുന്നത് തൊട്ട് തന്നെ ഈണം കൊടുക്കുന്നത് തൊട്ട് ട്രാക്ക് പഠിപ്പിച്ച് സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കുറേ വർക്ക് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. അപ്പോൾ ഈ ഒരു പാട്ട് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് നമ്മളോട് പറയാനുള്ളത്? ശരിക്കും ഒരു വലിയ എഫേർട്ട് തന്നെ ഉണ്ട്. ഇപ്പം പുതിയ ജനറേഷൻ പുതിയ മറ്റേ AI സംഭവമൊക്കെ വന്നെങ്കിലും നമ്മൾ മാനുവലായിട്ടൊരു ജീവൻ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതെപ്പോഴും അതിന് ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഈ ലിറിക്സ് അത്രയും നല്ലതായിരുന്നു. അതുകൊണ്ട് അതുപോലെ നല്ലൊരു ഇണം ചെയ്യാൻ ഞാൻ അതെൻ്റെ ഉത്തരവാദിത്വമായി. പിന്നെ പാടിയത് വിനീത് അസ്തപ്പൻ. പുള്ളി ആക്ച്വലി ഈ പാട്ടിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് നിന്ന ഒരാൾ പുള്ളിയാണ്. കാരണം ടെക്നിക്കൽ സൈഡ് എനിക്ക് പറയാനേ പറ്റൂ, അതെല്ലാം ചെയ്യുന്നത് അദ്ദേഹമാണ്. മ്യൂസിക് പ്രൊഡക്ഷൻ വിനീത് അസ്തപ്പനാണ്. ഓഡിയോമാട്രിക് സ്റ്റുഡിയോ ആലപ്പുഴയിലുള്ള ആളാണ്. ഇപ്പം പുള്ളി എനിക്കൊന്ന് ഫസ്റ്റ് ആയിട്ടാണ് പാടുന്നത്. എനിക്കെന്തോ ഇത് ആപ്റ്റായിട്ട് തോന്നി പുള്ളിയുടെ ഒരു വോയിസ്. 3-4 വേറെ വോയിസസും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ലീൻ സാറ് വളരെ നല്ലൊരു എഴുത്തുകാരനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ലിറിക്സ് കിട്ടിയപ്പോൾ തന്നെ ഈ ഒരു ട്യൂണാണോ ആദ്യം മനസ്സിലേക്ക് വന്നേ, അതോ ഇതിനു മുൻപും പല വേർഷൻസ് ഇതിനു വേണ്ടി ട്രൈ ചെയ്തിരുന്നോ? ആക്ച്വലി ഫസ്റ്റ് വന്നത് വേറെ ട്യൂണാണെങ്കിലും അത് പക്ഷെ ഒരുപാട് ട്രഡീഷണലാണ്. കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് മ്യൂസിക്കലി പറയുകയാണെങ്കിൽ മിക്ക ഓണം സോങ്സിൻ്റെയും ബേസിക്കായിട്ട് ആനന്ദഭൈരവിയുടെ ഷെയ്ഡ് വന്നിരുന്ന രീതിയിലാണ്. ആനന്ദഭൈരവി ആണെങ്കിൽ അത് മോസ്റ്റ്ലി അത് ഓണമാണ് എന്നൊരു. പക്ഷെ അതേസമയം നമ്മുടെ ബേസ് ആയിട്ടുള്ള മാവേലി നാട് ഈടും കാലം അറബിയിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നാളായിട്ട് ആൾക്കാരത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതിൽ അതിൻ്റെ ഷെയ്ഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആനന്ദഭൈരവിയുടെ ഷെയ്ഡ്സോ? അല്ല, സോറി, അറബി. ഇതിൽ അറബിയുടെ ഷെയ്ഡ്സ് യൂസ് ചെയ്തിരിക്കുന്നു. ശരി ശരി. നമ്മൾ സാധാരണ ഒരു ന്യൂസ് ചാനലിലേക്കൊക്കെ നമ്മൾ എത്തുക വാർത്തകളിലൂടെയൊക്കെയാണല്ലോ. പക്ഷെ ഇപ്പൊ ഒരു സോങ്ങിലൂടെ അവരിലേക്ക് എത്തുമ്പോൾ ശരിക്കും വാട്ട് ഡു യു ഫീൽ? അയ്യോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വരുന്നൊരു സംഭവമാണല്ലോ. കാരണം ഇത് ചിലപ്പോൾ വൺസ് ഇൻ എ ലൈഫ് ടൈം ഒക്കെ ചിലർക്ക് കിട്ടാൻ. നമ്മളെപ്പോലെ ഒരു മ്യൂസിഷ്യൻ അല്ലാത്ത, ഞാനൊരു ബാങ്കറാണ്, ധനലക്ഷ്മി ബാങ്കിൽ ഒറ്റപ്പാലം ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ബാങ്കർ എന്ന നിലയ്ക്ക് ഇതൊരു ഭയങ്കര ഇതാണ്. ബാങ്കർ മ്യൂസിഷ്യൻ അത് ബാലൻസ് ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. ഇപ്പം എന്താ, ഈ ഓണം ഏതായാലും തകർത്തു, അങ്ങനെ വിശ്വസിക്കുന്നു. സാർ എനിക്ക് തോന്നുന്നത് കുറച്ച് പുതിയ വൈബ് സംഭവങ്ങളും കൂടെയൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പാട്ട് ചെയ്തപ്പോൾ നമ്മുടെ എല്ലാ ജനറേഷൻസിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്യണം. ഓണം എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷനുണ്ട്, അത് വിട്ടുപിടിക്കാനും പറ്റത്തില്ല. പക്ഷെ എന്നാലും ജെൻസീസിനും അത് എൻജോയ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ എങ്ങനെയാണ് ഈ ഒരു പാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പം പണ്ട് നമ്മളിപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും മറ്റേ എപ്പിക്സ് ആണെങ്കിലും എല്ലാ സംഭവവും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ആൾക്കാർ മാത്രമാണ് അതിനെപ്പറ്റി കൂടുതലെന്ന്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ജെൻസീസ് കൂടുതൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് അവർ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ട്രഡീഷൻ തന്നെ വേണം എന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ട്രഡീഷന് വേറൊരു സംഭവം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കും വർക്കാവാൻ സാധ്യത കുറവാണ്. അപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു സ്കെൽറ്റൻ വെച്ചുകൊണ്ട് ബാക്കി ബാക്കപ്പ് അവരിഷ്ടപ്പെടുന്ന പുതിയ രീതിയിലുള്ള സൗണ്ട്സ് യൂസ് ചെയ്തു. അതാണ് ചെയ്തത്. ഞാൻ കുറേ ഇങ്ങനെ അവർ ഇത് കേൾക്കുന്നു എന്ന് ശ്രദ്ധിക്കാറുണ്ട്, ഒരുപാട് ലേറ്റസ്റ്റ് ട്രെൻഡും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റും കിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.